ശ്രീമദ് ഭാഗവതം ക്ലാസ് 61. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 3 32-ാമത്തെ അധ്യായമാണ്. ഇത് ജീവന്മാർക്കുണ്ടാകുന്ന വിഭിന്ന ഗതികളാണ്. ഇപ്പോൾ 1-ലും 2-ലും ശ്രീ കപില ഭഗവാൻ പറയുകയാണ്, യാതൊരാൾ ഗൃഹസ്ഥാശ്രമധർമ്മത്തിലൂടെ കാര്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാമ അർത്ഥങ്ങളെ കറന്നെടുക്കുകയും വീണ്ടും അവയെ പൂരിപ്പിക്കുകയും ചെയ്യുന്നുവോ, കാമാന്ധനായ അവൻ ധർമ്മത്തിൽ നിന്നും മാറി യജ്ഞങ്ങളാൽ ദേവകളെയും പിതൃക്കളെയും യജിക്കുന്നു. അപ്പോൾ ഭക്തിമാർഗത്തിലെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാതെ ഭൗതിക ലോകങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാം ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ബ്രഹ്മചര്യം കഴിഞ്ഞ്, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടം, ബ്രഹ്മത്തെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ പെടുന്നത് പരാസയൻസും അപരാസയൻസും ഉണ്ട്. നമ്മൾ അപരാസയൻസാണ് പഠിക്കുന്നത്, മോഡേൺ സയൻസാണ് പഠിക്കുന്നത്. അതിലൂടെ പഠിച്ചതിൻ്റെ ശേഷം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് കടക്കും. അതായത് കുടുംബം പോറ്റാൻ ജോലിയെല്ലാം എടുത്ത് കല്യാണമെല്ലാം കഴിച്ചിട്ട് അപ്പം അവരെന്ത് ചെയ്യാണ്, കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും കാമവും അർത്ഥത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും കാമത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവരെ കാമാന്ധനായ അവൻ കാമത്തിൽ അന്ധമായി അർത്ഥങ്ങളിൽ ഭ്രമിച്ചു കൊണ്ടാണ് അവൻ കർമ്മങ്ങൾ ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ആരെയാണ് ഉപാസിക്കുക? യജ്ഞങ്ങളാൽ കർമ്മങ്ങളിൽ ദേവകളെയും പിതൃക്കളെയും യജിക്കുന്നു. ദേവകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അപ്പം ദേവതകളെ യജിക്കുന്നു എന്ന് പറയുമ്പോൾ കല്ലിനെ യജിക്കും, മണ്ണിനെ യജിക്കും, സിമന്റിനെ യജിക്കും. എന്നുകൊണ്ട് നമ്മൾ കെട്ടിടങ്ങൾ കെട്ടും. ആ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, വേദങ്ങളിൽ ദേവതകൾ എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും എല്ലാം ദേവതയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിനോടാണ് താല്പര്യം. ഭൂമിയോട്, വസ്തുവോട്, പലതരം ഉപകരണങ്ങളോട്, അതിനോടെല്ലാം താല്പര്യം. അങ്ങനെ ദേവകളെയും പിതൃക്കളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂർവികരെല്ലാം പിതൃക്കളിൽ പെടുന്നു. അപ്പം കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ പൂർവികർ ചെയ്ത കർമ്മമാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെ കഴിഞ്ഞ തലമുറ, നമ്മളെ അച്ഛനും അപ്പൂപ്പന്മാരും എല്ലാം എന്തെല്ലാമാണോ ഈ ലോകത്തിന്, നമ്മുടെ ദേശത്തിന് സംഭാവന ചെയ്തത്, അതിനെ ആ കർമ്മങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുവാനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അവർ അന്ന് വെട്ടിയ റോഡുകൾ, അന്ന് അവർ റോഡെ വെട്ടിയിട്ട് പോയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ടാർ ചെയ്യും, അല്ലെങ്കിൽ റബ്ബറൈസ്ഡ് മറ്റേ കോൺക്രീറ്റ് എന്തല്ലോ ചെയ്യും. അപ്പം നമ്മളങ്ങനെ പുരോഗതിച്ച് പിതൃക്കൾ, അപ്പം നമ്മൾ പിന്നെ പിതൃക്കളായി മാറും. അപ്പം കഴിഞ്ഞ തലമുറയുടെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി ചെയ്യാൻ നമ്മളെ മക്കളിൽ പോകും. അപ്പം നമ്മളങ്ങ് പിതൃക്കളായിട്ട് മുകളിൽ പോകും. ഇങ്ങനെയുള്ള ഒരു കർമ്മത്തിലൂടെയാണ് അവർ ജീവിച്ചു പോകും. ജനിച്ച് മരിച്ച് ഇങ്ങനെ അങ്ങ് പോകും. അവയുടെ ശ്രദ്ധയിൽപ്പെട്ട ബുദ്ധിയോടുകൂടി, അപ്പം ആ ബുദ്ധി, നമ്മളുടെ ബുദ്ധി എന്നാണ് അവർ ചെയ്ത കർമ്മങ്ങൾ ബാക്കി പൂർത്തീകരിച്ച് പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടുപോവുക. അപ്പം അങ്ങനെയുള്ള ബുദ്ധിയോടുകൂടി പിതൃക്കൾക്കും ദേവന്മാർക്കും വേണ്ടതായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. വ്രതങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്താണോ ഉദ്ദേശിച്ചിരുന്നത്, അവർ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ അതായത് ഭൗതികവാദികൾ, ഈ ലോകത്തിലുള്ള എല്ലാവരും അതിൽപ്പെട്ട് തന്നെ, അപൂർവം ചിലരേ ഉള്ളൂ മറ്റേ വഴിക്ക്
ഇതെല്ലാം വിരക്തി വന്ന് പോകുന്നവർ. അപ്പോൾ അവരെവിടെയാണ് എത്തിച്ചേർന്നത്? ചന്ദ്രസമ്പത്തിയായ ലോകത്തെ ഗമിച്ച് സോമപാനം ചെയ്ത് തിരിച്ചു വരുന്നു. അവര് ചന്ദ്രസംബന്ധിയായ ലോകത്തിലേക്കാണ് പോകുന്നത്. സൂര്യലോകമുണ്ട്, ചന്ദ്രലോകമുണ്ട്. അപ്പൊ ചന്ദ്രലോകം എന്ന് പറയുന്നത് ചന്ദ്രന് ബലമുള്ള രാശികളിൽ ജനിച്ചത് ചന്ദ്രലോകമായിട്ട് എടുക്കാം. അതായത് മകരം തൊട്ട് മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം വരെയുള്ള 6 രാശികൾ ഉത്തരായനം എന്ന് പറയും. അതിന് സൂര്യനാണ് അധിപൻ. പിന്നെ കർക്കിടകം തൊട്ട് 6 ഉള്ളതിൽ ചാന്ദ്രമാസങ്ങളാണ്. ചന്ദ്രനാണ് അതിൻ്റെ അധിപൻ. ആ മാസങ്ങളിൽ മരിക്കുന്നവരാണ് പൊതുവെ പിന്നെ ജനിച്ചും മരിച്ചും അങ്ങനെ പോകുന്നത്. ഇതിൻ്റെ 4 പറയാണ് ചാന്ദ്രമാസങ്ങളിൽ മരിക്കുക എന്ന് വെച്ച് വരുമ്പോൾ ആ ജനന മരണ ലഗ്നം എല്ലാം അവിടെ വരുക എന്ന അർത്ഥത്തിലെടുക്കണം. വെറും ചാന്ദ്രമാസങ്ങളിൽ മാത്രമല്ല. അപ്പം കർക്കിടകത്തിൽ മരിച്ചാൽ ചാന്ദ്രമാസമാണ്, അത്തരത്തിലെല്ലാം എടുക്കണം. അത് മാത്രമായിട്ട് എടുക്കരുത്. മരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ കിടപ്പും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പൊ അവർക്ക് എപ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുക? അത് 4 പറയുന്നു. ഏതൊരു കാലത്ത് ശ്രീനാരായണൻ ആദിശേഷനാകുന്ന ശയ്യയിൽ പള്ളി ഉറക്കം കൊള്ളുന്നുവോ, അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറേ യുഗങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം പ്രളയം നടന്നിട്ട് ബ്രഹ്മത്തിൽ പോയി എല്ലാവും ലയിക്കുന്നതാണ് ശ്രീനാരായണൻ ആദിശേഷനിൻ്റെ പുറത്ത് ഉറങ്ങുന്ന സമയം. അപ്പം ഉണർന്നിരിക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. അത് കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ അത്രയും കാലഘട്ടം ബ്രഹ്മാവ് ഉറങ്ങും. അതിനാണ് പള്ളി ഉറക്കം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് നമ്മളും സാധാരണ എല്ലാ ജനങ്ങളും എന്താകും? പോയി ബ്രഹ്മത്തിൽ ലയിക്കും. അതുകൊണ്ടാണ് കലിയുഗമാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും മോക്ഷം ലഭിക്കുക കലിയുഗത്തിലാണെന്ന് പറയുന്നത്. കലിയുഗം കഴിയുമ്പോൾ ലോകം അവസാനിക്കും. ലോകം അവസാനിക്കുമ്പോൾ നമുക്കെല്ലാം പോയിട്ട് ഇവിടെ ലയിക്കാം, ബ്രഹ്മത്തിൽ പോയി ലയിക്കാം. അതുവരെ ജനിച്ച് മരിച്ച് ഇങ്ങനെ കഷ്ടതയെല്ലാം കർമ്മയെല്ലാം ചെയ്ത് ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്തിട്ട് നമ്മളെ ജീവിതം ഇങ്ങനെ കഷ്ടത്തിലെല്ലാം ആയിട്ട് അങ്ങനെ പോകും. ഇടക്ക് സുഖവും കിട്ടും. ഇനി 5:6 പറയുന്നു, ഇതിൽ നിന്നും വ്യത്യസ്തമായി ദൃഢചിത്തരായിട്ട് എല്ലാത്തിലും ആസക്തി ഇല്ലാതെ ആസക്തിരഹിതനായിട്ട് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരൻ അർപ്പിച്ച കർമ്മത്തോടു കൂടിയവർ, ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നവര് ശുദ്ധാന്തകരണത്തോടുകൂടി, അന്തകരണം ശുദ്ധമായിരിക്കും, മനസ്സൊതുക്കമുള്ളവരായിരിക്കും, നിവൃത്തി മാർഗത്തിൽ തൽപരരായിരിക്കും, ഞാനെന്ന ഭാവം ഉണ്ടാവില്ല, എനിക്ക് വേണ്ടി എന്ന ചിന്തയുണ്ടാവില്ല, എല്ലാം ലോകത്തിന് വേണ്ടി ആയ ചിലർ അർത്ഥത്തിനല്ലാതെ കർമ്മം ചെയ്യും. അങ്ങനെ കാമത്തിനും അർത്ഥത്തിനും വേണ്ടിയല്ലാതെ ചെയ്യുന്ന ആ കർമ്മത്തിന് എന്താണ് പറയുക? സ്വധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മം. സ്വധർമ്മം, എൻ്റെ ധർമ്മം എന്താണ്? എന്നെ ജനിപ്പിച്ചത് ലോകത്തിലെ പുരോഗതിക്ക് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ആ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അതിനാണ് സ്വധർമ്മ കർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന സത്വഗുണത്തിൽ. അതാണ് സത്വഗുണവുമാണ്. ഒരു സ്ഥായിയായി നിന്നുകൊണ്ടുള്ള ഒരു ഗുണത്താൽ അങ്ങനെ അവർ നിർമ്മല ചിത്തത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയം, അതായത് സൃഷ്ടി പിന്നെ കുറേ കാലം സംരക്ഷിക്കും, പിന്നെ അവസാനം പ്രകൃതി പ്രളയത്തിലൂടെ ഇല്ലാതാക്കും. ആ സൃഷ്ടി ലയത്തിന് കാരണമാകുന്ന ഈശ്വരൻ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ
പ്രവർത്തിക്കുന്ന ഈശ്വരന് വേണ്ടി, ഈ സൃഷ്ടിസ്ഥിതി ലയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഈശ്വരന് വേണ്ടി സ്വധർമ്മം അനുഷ്ഠിക്കുന്നവര് എന്തു പറ്റും? സൂര്യമാർഗത്തിലൂടെ അവിടത്തേക്ക് എത്തിച്ചേരുന്നു. മരണശേഷം സൂര്യമാർഗത്തിലൂടെ, സൂര്യമാർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മകരം തൊട്ട് മിഥുനം വരെയുള്ള രാശികളിൽ ആ മാസങ്ങളിൽ ആ സമയങ്ങളിൽ മരിച്ചാൽ എന്തു പറ്റും? ഉത്തരായണത്തിൽ മരിച്ചാൽ അവർ സൂര്യലോകത്തിലേക്കാണ് പോവുക. സൂര്യൻ ആത്മാവാണ്, ചന്ദ്രൻ ഭൗതികമാണ്. അപ്പോൾ ഇങ്ങനെ മരിക്കുന്നവർ സൂര്യലോകത്തിൽ എത്തിച്ചേരും. അവിടെ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. അവർക്ക് പിന്നെ എന്തില്ല? പുനർജന്മമില്ല. ചന്ദ്ര കാലഘട്ടത്തിൽ മരിക്കുന്നവര് പുനർജനിച്ചുകൊണ്ടേയിരിക്കും. സൂര്യ കാലഘട്ടത്തിൽ മരിക്കുന്നവര് ഇങ്ങനെയെല്ലാം ജീവിച്ചിട്ട് മരിക്കണം. അല്ലാതെ ഈ ഉത്തരായണത്തിൽ മരിച്ചുകൊണ്ടാണ് എത്തുന്നല്ല. ഇങ്ങനെയെല്ലാം ജീവിച്ചിട്ട് ഉത്തരായണത്തിൽ മരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അവർ സൂര്യമാർഗത്തിൽ പ്രവേശിക്കും. അവർ എന്ത് പറ്റും? ബ്രഹ്മാവിൻ്റെ ആദ്യ പാദം കഴിയുന്ന പ്രളയം വരെ, അതായത് ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോഴാണ് ഈ സൃഷ്ടിയല്ല. അപ്പം ഈ കാലഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് പിന്നെ പകുതി സമയം കിടന്നുറക്കാണല്ലോ ബ്രഹ്മാവ്. അപ്പോഴേക്കെല്ലാം ലയിച്ചിരിക്കുമല്ലോ. ആ ലയിക്കുന്ന സമയത്താണ് മറ്റേ വിഭാഗം മുഴുവൻ ബ്രഹ്മത്തിൽ പോയി. ഇവരങ്ങനെയല്ല. ഇവര് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരങ്ങനെ മരിക്കുന്നതിനെക്കാട്ടിയും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ആ പ്രളയം സംഭവിക്കുന്ന കാലം വരെ അവൻ ഹിരണ്യഗർഭോപാധിയിലൂടെ, ഹിരണ്യഗർഭത്തിൻ്റെ അവസ്ഥയിലൂടെ അവിടെ പോയി നിൽക്കും. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്നാണല്ലോ പിന്നെ എല്ലാം ഉണ്ടാകുന്നത്. അപ്പം അതങ്ങനെ കുടിച്ച ആ ഒരു അവസ്ഥയിൽ അവിടെ പോയിട്ട് ആ വിഷ്ണുവിൻ്റെ പാദത്തിൽ പോയിട്ട് അങ്ങ് ചേർന്ന് നിൽക്കും. അവിടെ അധിവസിക്കും. എന്നിട്ട് പ്രളയം വരുമ്പോൾ എന്ത് പറ്റും? എല്ലാവരും കൂടിയിട്ട് പിന്നെ അങ്ങ് പോകും. അതുവരെ അവന് പിന്നെ പുനർജന്മമില്ല. അവനങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഹിരണ്യഗർഭന്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ 9-10 പറയുന്നു, ബ്രഹ്മാവിൻ്റെ ത്രിഗുണാത്മകമായ ദ്വിപാർത്ഥ കാലം കഴിവോളം, അതായത് പ്രളയം വരെ ബ്രഹ്മാവിൻ്റെ ത്രിഗുണങ്ങളാലാണല്ലോ ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഭൗതിക ലോകങ്ങൾ. അത് പ്രളയം കഴിയുമ്പോൾ, പകുതി കാലം കഴിയുമ്പോൾ പ്രളയം വരും. ആ കാലം കഴിവോളം അനുഭവിച്ച ശേഷം, അപ്പോൾ ഈ വ്യക്തികൾ, ഇപ്പോൾ ഒരു വിഭാഗം ആദ്യം തന്നെ മരിക്കുന്നതിനെക്കാട്ടിയ മുമ്പിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ഉത്തരായന കാലഘട്ടത്തിൽ അവിടെ ഹിരണ്യഗർഭനായിട്ട് നിന്നിട്ടുണ്ട്. മറ്റേറിങ്ങനെ ചന്ദ്രമാസത്തിൽ മരിക്കുന്നവർ, ഈ മറ്റേ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഇങ്ങനെ മരിച്ചു എല്ലാം ഇരിക്കും. അവസാനം പ്രളയം വരുമ്പോൾ എല്ലാം കൂടിയിട്ട് അവിടെ പോയി ചേരാനാണ് പോകുന്നത്. ആ പ്രളയം വരുന്ന സമയത്താണ് പറയുന്നത്, അപ്പോൾ അനുഭവിച്ച ശേഷം പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ഇന്ദ്രിയം, അഹങ്കാരം എന്നിവയാൽ വ്യാപ്തമായ ബ്രഹ്മാണ്ടത്തെ സംസരിക്കുവാൻ പോകുന്ന അവസ്ഥയിൽ, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച അഹങ്കാരങ്ങളുള്ള ഈ ലോകം, എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുന്ന അഹങ്കാരത്തിലാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങളുമായിട്ടെല്ലാം ജീവിക്കുന്ന മനുഷ്യരെ. ആ കാലഘട്ടം കഴിയുമ്പോൾ ബ്രഹ്മാണ്ടത്തെ സംഹരിക്കുന്ന ആ അവസ്ഥയിൽ ഹിരണ്യഗർഭത്തിൽ പ്രവേശിച്ചവർ. അപ്പം ഹിരണ്യഗർഭത്തിൽ അതിന് മുമ്പിൽ സൂര്യൻ, നേരത്തെ പറഞ്ഞല്ലോ സൂര്യകാലഘട്ടം, അതായത് ഉത്തരായണത്തിൽ മരിക്കുന്നവർ, നല്ല ഒരു ഭൗതിക സുഖങ്ങളൊന്നും താല്പര്യമില്ലാതെ അല്ല ആ ശക്തിക്ക് വേണ്ടി കർമ്മം ചെയ്തിട്ട് അവിടെ എത്തിച്ചേർന്ന, പിന്നെ പുനർജന്മമില്ലാത്ത അവരും, പിന്നെ അതേ സമയം കൊണ്ട് പ്രാണ മനോവൃത്തികളെ ജയിച്ചവരും. ചിലവര് ബ്രഹ്മസാക്ഷാത്കാരമൊന്നും നേടിയിട്ടുണ്ടാവില്ല, അതേസമയം ഏകദേശം അതേമാതിരി ജീവിച്ചിട്ടുണ്ട്. എല്ലാവർക്കൊന്നും ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പറ്റില്ല. അവരും
പിന്നെയോ വിരക്തി വന്നവർ, കുറേ പേർക്കെല്ലാം വിരക്തി വന്നിട്ടുണ്ട്, എന്നാലും ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കണമെന്നില്ല. അത് ആ ശക്തി വിചാരിച്ചവർക്ക്, ഇനിയുള്ള ജന്മത്തിലെ കർമ്മമില്ലാത്തവർക്ക് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം പറ്റുള്ളൂ. അല്ലാതെ വിരക്തി വന്നതുകൊണ്ട് ഈ ജന്മത്തിൽ ഇനി ജോലിയില്ല, അതുകൊണ്ട് വിരക്തി വന്നു, അടുത്ത ജന്മത്തിൽ ജോലി ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്നും പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വിരക്തി വന്നവരും ആയ യോഗികളുണ്ടോ, അങ്ങനെ വല്ലവരുമുണ്ടോ, അവർ ആ ബ്രഹ്മാവിനോട് കൂടി എന്തു ചെയ്യും? ആ പരമോത്കൃഷ്ടമായ ബ്രഹ്മതത്വത്തെ പ്രാപിക്കും. ആ അവസരത്തിൽ പ്രളയ സമയത്ത് ഇവരെല്ലാം, അവർ ദേഹാഭിമാനം വിട്ടുപോകാത്തവരും ദേഹാഭിമാനം വിട്ടുപോകാത്തവരും എല്ലാം കൂടിയിട്ട് ആ സമയത്ത് പോയി ബ്രഹ്മത്തിൽ ലയിക്കും. ചുരുക്കത്തിൽ ഭൗതിക ലോകത്തിൽ സുഖഭൂത്തിൻ്റെ പിന്നാലെ നടക്കുന്നവരിങ്ങനെ ജനിച്ച് മരിച്ച് എത്ര വരെ അത് നടക്കും? പ്രളയം നടക്കുന്നവരെ നടക്കും. മറ്റവര് ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു, എല്ലാം ആ ശക്തിക്ക് വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവര് അവർ ഹിരണ്യഗർഭരൂപത്തിലാണ് നിൽക്കും. എന്നിട്ട് കുറേ കാലം അങ്ങനെ നിന്നിട്ട് പിന്നെ ജനിക്കാൻ പോകുന്നില്ല. അവസാനം പ്രളയം നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും അതിൽ പോയി ലയിക്കും. അക്കൂട്ടത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാത്തവരും ഉണ്ടാവും, അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ചിലവരുണ്ടാവും. ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ യോഗയെല്ലാം എടുത്തിട്ട്, അല്ലെങ്കിൽ മനസ്സൊടുക്കത്തോടു കൂടി യോഗയെല്ലാം എടുത്തിട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ശേഷം ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ ജോലിയുണ്ട്. അപ്പോൾ അവരെ അങ്ങ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തരാം, അടുത്ത ജന്മത്തിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കൊന്നും പറ്റില്ല. പക്ഷെ അവർ എല്ലാം കൂടിയിട്ട് എന്താകും? അവിടെ പോയിട്ട് ലയിക്കും. ഇതിൻ്റെ 11. അതുകൊണ്ട് കപിലൻ മാതാവിന് ആത്മോപദേശം നൽകുകയാണ്. അപ്പം മാതാവോട് പറയാ, ഹേ മാതാവേ, ആകയാൽ എന്ത് വേണം? സർവഭൂതങ്ങളുടെയും ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന, കുടികൊള്ളുന്നവനും വിജ്ഞാന മാഹാത്മ്യത്തോടു കൂടിയവനുമായ ആ ഭഗവാനെ പ്രേമഭക്തിയോടെ സമീപിച്ചാൽ. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ട ചിന്തയാണെങ്കിൽ പ്രേമഭക്തിയോടുകൂടി ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചാൽ മതി. എളുപ്പമുള്ള പരിപാടിയാണ്. ഇവിടെ 12, 13, 14 പറയുകയാണ്, സ്ഥാവര ജംഗമ ശരീരാദികളുടെ കാരണക്കാരനായ ബ്രഹ്മദേവൻ പോലും, ഈ ബ്രഹ്മദേവന് പോലും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ജനിച്ച് മരിച്ച് അതിൻ്റെ ഇടക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഇവിടെ ബ്രഹ്മാവിന് ജനിച്ച മുതൽ അവസാനം പ്രളയം വരെ ജോലിയുണ്ട്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടൂല. എപ്പോൾ? ഒരിക്കലും കിട്ടുന്നില്ല. ബ്രഹ്മാവിനെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എപ്പോഴും നമുക്ക് രാത്രിയെങ്കിലും കിടന്നുറങ്ങാം, അദ്ദേഹത്തിന് രാത്രിയും കിടന്നുറങ്ങിക്കൂടാ. അപ്പൊ എന്തു പറയാണ്? സ്ഥാവര ജംഗമ ശരീരാദികളുടെ കാരണക്കാരനായ ബ്രഹ്മദേവൻ പോലും മരീചിയാദി ഋഷിമാരോടും സനകാദികളോടും യോഗികളോടുമൊത്ത് ആസക്തിരഹിതമായ കർമ്മത്തോടു കൂടിയാണെങ്കിലും അവർക്ക് ആസക്തിയൊന്നുമില്ല. അവർ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിന് ആസക്തി പോലെ നമ്മളെ മായയിൽ അകപ്പെട്ട് ആസക്തി പിടിച്ചിട്ടൊന്നുമല്ല കർമ്മം ചെയ്യുന്നത്. മായയുടെ ഫലത്തിൽ തന്നെയാണ് അവരും കർമ്മം ചെയ്യുന്നത്. അവരും മായയിൽ അകപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ഈശ്വരനെ മനസ്സിലായിട്ടില്ല. പിന്നെ അവർക്ക് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാനും പറ്റില്ല. കാരണം എന്താ? അവർക്ക് സ്ഥിരം ജോലിയുണ്ട്. ജോലി തീർന്നാലേ പോകാൻ പറ്റൂ. നമുക്ക് ജോലി ചിലപ്പോൾ, നമുക്കുള്ള ജോലി ചിലപ്പോൾ തീർന്നെന്ന് വരും. അപ്പം പറയും, നീ പോയി ഇനി ബ്രഹ്മത്തിൽ വന്നിരുന്നോ. പക്ഷെ ഇവർക്കത് പറ്റൂല. കാരണം ഈ ലോകാവസാനം വരെ ഇവർക്ക് കർമ്മമുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവരും ഋഷികളും എല്ലാം അവർ പക്ഷേ കർമ്മം ചെയ്യുന്നത് ആസക്തി വെച്ചിട്ടില്ല. നമ്മൾ ആസക്തി വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ബ്രഹ്മദേവൻ ലോകത്തിന് വേണ്ടിയാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്കാരും നമ്മളെ ഇടക്കുണ്ട്. അപ്പോൾ കർമ്മത്വം നിമിത്തമുള്ള അഹംഭാവം അവർക്കുണ്ട്. അവർക്ക് ഞാനെന്ന ഭാവമുണ്ട്. അവർക്ക് ആസക്തിയില്ല. പക്ഷെ ഞാനെന്ന ഭാവം വെച്ചിട്ടാണ് ബ്രഹ്മാവ്, ഞാനാണ് സൃഷ്ടി നടത്തേണ്ടത് എന്ന ഭാവം വെച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്.
ബ്രഹ്മാവിനെ അപ്പോൾ ബ്രഹ്മത്തെ അപ്പോൾ പ്രാപിച്ചിട്ട് അവർ എന്ത് ചെയ്യും? സൃഷ്ടി പ്രളയം നടക്കുമ്പോൾ അവരും പോയിട്ട് പ്രളയത്തോടൊപ്പം അവരും പോയി ബ്രഹ്മത്തിൽ പോയി ലയിച്ചിട്ട് ഈശ്വരേച്ഛ പ്രകാരം, ആ ഈശ്വരന്റെ നിർബന്ധപ്രകാരം മുൻപടിക്ക് തന്നെ പിന്നെയും പുറത്തിറക്കും. അപ്പൊ അവര് പ്രളയം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ അവർക്ക് വരേണ്ടതായി വരും. അപ്പൊ അവർക്കെന്തില്ല, ഒരിക്കലും ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. നമുക്ക് മാത്രമേ ആ ഒരു സൗകര്യം ഉള്ളൂ. ബ്രഹ്മാവിന് പോലും അത്, വിഷ്ണുവിനൊന്നും അത് ഇല്ല. ഇനി 15. അതിലും ഇത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാദികളായവർ പോലും അവരവരുടെ കർമ്മഫലമായ ഐശ്വര്യത്തെയും ഉന്നത പദവിയെയും അനുഭവിച്ചിട്ട്, അവർക്ക് ഉന്നത പദവിയുണ്ട്. ബ്രഹ്മദേവൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങ് ഉയർന്ന പദവിയിൽ തന്നെയാണല്ലോ, എപ്പോഴും ഉയർന്ന സ്ഥാനത്താണ്. അപ്പോൾ ഐശ്വര്യമുണ്ട്, ഉന്നത പദവിയുണ്ട്. അവരും ഗുണവിക്ഷേപം മൂലം, അതായത് പലതരം ഗുണങ്ങളായിട്ടാണല്ലോ ഈ വസ്തുക്കൾ തീർന്നത്. ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം പല ഗുണങ്ങളായി തീർന്നിട്ടാണ് ഈ ലോകത്തിൽ പലതും സംഭവിക്കുന്നത്. സൃഷ്ടി ആരംഭിക്കുമ്പോൾ അവരും, പുതിയ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഭൂമിയിൽ ഹൃദയുഗം തുടങ്ങാൻ ആകുമ്പോൾ അവർ പുനർജനിക്കുന്നു. അവർക്കും ജനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്കും ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നില്ല. 16 മുതൽ 20 വരെ പറയുകയാണ്, ചിലരാകട്ടെ ഈ ലോകത്തിൽ കർമ്മത്തിൽ ആസക്തചിത്തരായി, കർമ്മം ചെയ്യാൻ താല്പര്യത്തോടുകൂടി, അതായത് ഇന്നുള്ള ഭൗതികവാദികളിൽ നല്ല ആൾക്കാർക്ക് ആസക്തിയെല്ലാം ഉണ്ട്. പക്ഷേ ശ്രദ്ധയോടുകൂടി നിഷിദ്ധമല്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, നിഷിദ്ധമല്ലാത്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുള്ളൂ. അപ്പൊ ചില ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരാണ്, അവർ നിഷിദ്ധമല്ലാത്ത കർമ്മങ്ങളാകും, പക്ഷെ എന്തുണ്ട്, ആസക്തിയെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷെ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിയുന്നുവോ അവർക്കെന്തുണ്ട്, രജോ ഗുണത്താൽ. രജോ ഗുണം എന്ന് പറഞ്ഞാല് പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ട് പുതിയ സൃഷ്ടി നടത്താനെല്ലാം വേണ്ടി ഉത്സാഹത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന പ്രവർത്തികളാണ് രജോ ഗുണം. അപ്പൊ അവർക്ക് രജോ ഗുണമുള്ള വ്യക്തികളാണ്. അതായത് നല്ല എല്ലാ കാര്യത്തിനും ഇറങ്ങി ഓടിച്ചാടി നടന്ന് ആസക്തിയുണ്ട്, അതേസമയം നിഷിദ്ധമായ തെറ്റായ കർമ്മങ്ങളൊന്നും ചെയ്യില്ല. അവരും ബുദ്ധിമോശം വന്നവരായി, അവർക്കും ബുദ്ധിമോശം ചെയ്യുന്നുണ്ട്. അവരും എന്ത് ചെയ്യാണ്, ആസക്തി വെച്ചിട്ടാണ്, എനിക്ക് വേണ്ടി എന്ന ഒരു ചിന്തയോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നത്. അവർ എല്ലാം ത്യജിച്ചിട്ടല്ല, ആഗ്രഹമൊന്നും ത്യജിച്ചിട്ടല്ല. അവർക്കും ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ശരിയായ കർമ്മം കൊണ്ടേ ചെയ്യുള്ളൂ, അല്ലാതെ ആരെ പറ്റിക്കാനൊന്നും നടക്കില്ല. പക്ഷെ അവരും ബുദ്ധിമോശം വന്നവരായി നാൾതോറും പിതൃക്കളെയും ദേവയാനങ്ങളെയും യജിക്കുന്നു. നേരത്തെ പറഞ്ഞമാതിരി ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ദേവതകൾ, അവരെയെല്ലാം ഉപയോഗിച്ചു കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. കഴിഞ്ഞ തലമുറയിലുള്ളവർ ചെയ്തു വെച്ച കർമ്മമാണ് പൂർത്തീകരിച്ചു കൊണ്ടുപോകുന്നത്. അച്ഛൻ മോനെ സൃഷ്ടിക്കുന്നത്, അച്ഛൻ ചെയ്തു വെച്ച കർമ്മം ബാക്കി തുടർന്നു കൊണ്ടുപോകുവാനാണ്. അപ്പം പിതൃ അവസ്ഥയും പോകും, ജീവനുള്ള അവസ്ഥയുണ്ട്. കുറച്ചു കാലം പിതൃക്കളായിട്ട് മാറും, പിന്നെ തിരിച്ച് ജനിച്ച് വരും. ഇങ്ങനെയാണ് പോകുന്നത്. യജിക്കുന്നു. അവർ തെക്കേ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ വടക്ക് ഉത്തരായനം, തെക്ക് ദക്ഷിണായനം, അതായത് ചന്ദ്രന്റെ കാലഘട്ടം. ആ തെക്കേ വഴിയിലൂടെ പിതൃലോകത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് അവിടെയുള്ളതെല്ലാം അനുഷ്ഠിച്ചതിൻ്റെ ശേഷം അവിടെയുള്ള ഒരു കാലഘട്ടം അവിടെ കഴിയണമല്ലോ, അടുത്ത ജന്മം വരെ. അതിനുശേഷം വീണ്ടും പിറക്കുന്നു. എന്നാൽ വേറെ ചിലരുണ്ട്, യാതൊരുവൻ ധർമാർത്ഥ കാമങ്ങളിൽ മാത്രം തൽപരരായി, പണം ഉണ്ടാക്കാനും കാമത്തിലും എല്ലാം മാത്രം താല്പര്യമായി ജീവിക്കുന്ന ചിലവരുണ്ട്. അവർക്ക് ശ്രീഹരിയുടെ കഥയൊന്നും കേൾക്കണ്ട, ആത്മീയ കാര്യങ്ങളൊന്നും കേൾക്കുകയേ വേണ്ട. അമേദ്യ ഭോജ്യമെല്ലാം നടത്തിയിട്ട് ആസ്വദിച്ച് അസത് കഥകൾ, വേണ്ടാതെ വല്ല സീരിയലും അത് ഇതുമെല്ലാം കേട്ട് നടക്കുന്നവർ
പ്രാരംഭ കർമ്മത്താൽ ദൂഷിതരായിത്തീരുന്നു. അവർ ദൂഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 21 പറയുന്നു, പിതൃലോകത്തിലെത്തിയ ശേഷം അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പുണ്യെല്ലാം ക്ഷയിച്ച് സംഭവിച്ച ശേഷം ഭോഗോപകരണങ്ങളോടുകൂടി ഈ ഭോഗത്തിനുള്ള ഉപകരണങ്ങളോടുകൂടി ഇവരായിട്ട് ഭവിച്ചിട്ട് പിന്നെയും ഈ ലോകത്തിൽ വന്ന് പതിക്കുന്നു. ഇതേപോലെ തന്നെ ആ ഒരു നികൃഷ്ടമായ അവസ്ഥയിലേക്ക് ഇവിടെ വരും. പിന്നെയും കുടിയും തിന്നലും മറ്റേതുമെല്ലാമായിട്ട് ജീവിച്ചിട്ട് അങ്ങനെ പിന്നെയും ജനിച്ചിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. 22 പറയുകയാണ്, ആകയാൽ ഭവതി, അതായത് മാതാവോടാണ് പറയുന്നത്, നിൻ തിരുവടിയുടെ ഗുണങ്ങളെ അവലംബിച്ച ഭക്തിയാൽ ആ സർവേശ്വരനെ ഭജിച്ചാലും. അതുകൊണ്ട് എന്ത് വേണം? മോക്ഷം ലഭിക്കണ്ടെങ്കിൽ ആ സർവേശ്വരനെ ഭജിച്ചുകൊണ്ട് എപ്പോഴും കഴിയില്ല. അങ്ങനെ കാലം കഴിച്ചാൽ ഭഗവാനുള്ള 23 പറയുകയാണ്, ഭഗവാനിൽ അർപ്പിച്ച ഭക്തി വിരക്തിയോടുകൂടി ഈ ലോക കാര്യങ്ങളിൽ നിന്നും വിരക്തി ഉണ്ടാകണം. അപ്പം ഭക്തിയോടും ഈ ലോകകാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ വിരക്തിയോടും ബ്രഹ്മപ്രാപ്തിക്കുള്ള ജ്ഞാനത്തോടും കൂടി, എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുക, അതിനെന്തെല്ലാം ചെയ്യണം എന്നുള്ള ജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അനായാസേന ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഇനി 24-25 24-25 പറയുകയാണ്, എപ്പോൾ മനസ്സ്, ആരുടെ മനസ്സ് പ്രിയം അപ്രിയം എന്നിങ്ങനെയുള്ള അസമത്വം, പ്രിയം അപ്രിയം, എനിക്കിഷ്ടമുണ്ട് മറ്റേത് ശത്രുവാണ്, അവനെ എനിക്കിഷ്ടമില്ല, അതിഷ്ടമാണ് ഇത് ഇഷ്ടമല്ല, ഈ ഒരു തരംതിരിവ് ഗ്രഹിക്കുന്നില്ലയോ, അതായത് എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണാൻ, എല്ലാം ബ്രഹ്മമാണ്, ആരുമായിട്ട് എനിക്ക് പ്രിയവും ഇല്ല അപ്രിയവും ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ ആരെത്തുന്നുവോ, ഒന്നോടും പ്രിയവും ഇല്ല ഇഷ്ടമില്ല, അതായത് ബന്ധുക്കളും ഇല്ല ശത്രുക്കളും ഇല്ല ഒന്നുമില്ല, ആ അവസ്ഥയിലെത്തുന്നുവോ അപ്പോൾ തന്നെ ആ ഭക്തൻ ആസക്തിഹീനനായിത്തീരും. അവന് പിന്നെ ആസക്തിയൊന്നും ഉണ്ടല്ലോ, ആനന്ദമയമായ ഒരു നിലയെ പ്രാപിച്ചിട്ട് ആത്മസ്വരൂപമാകുന്ന തത്വത്തിൽ കൂടി ആത്മാവുമായി ലയം സംഭവിക്കുന്നു. എൻ്റെ 26 പറയുകയാണ്, ഏകനായ അതിനെ, അതായത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അതെന്താണ്? പരബ്രഹ്മം എന്ന് പറയാം, പരമാത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയാം, അള്ളാ എന്ന് പറയാം, യഹോവ എന്തു പറയാം, പുരുഷൻ എന്ന് പറയാം, എന്നീ നാമഭേദത്താൽ, ഈ നാമഭേദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ നാമത്തിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ദൃശ്യ ദ്രഷ്ടാവ് എന്നീ ഭിന്ന ഭാവങ്ങളാൽ തോന്നുന്നതാണ്. നമ്മുടെ ദൃശ്യ ദ്രഷ്ടാവ് കാണുമ്പോഴും നമ്മൾ മനസ്സിൽ എന്തോ മായയാൽ വിഭിന്നമായി തോന്നുന്നത് കൊണ്ടാണ് ഇതെല്ലാം പലതായിട്ട് നമുക്ക് തോന്നുന്നത്. എല്ലാം എന്താണ്? ഏകനാണ്. ആ ഈശ്വരൻ ഏകനാണ്, വേറെയൊന്നുമില്ല. പേരിൽ ഇങ്ങനെ പലതായി തോന്നുന്നത് നമ്മളെ കുഴപ്പം കൊണ്ടാണ്. നമ്മൾ മായയിലകപ്പെട്ടുമ്പോഴും നമ്മൾ എൻ്റേത് മറ്റേതിൻ്റെ, അവൻ്റെ ദൈവം ഇവൻ്റെ ദൈവം എന്നുള്ള ചിന്താഗതികളിലേക്ക് പോയി പോകുന്നതാണ്. എല്ലാ വിഷയങ്ങളിലും ആസക്തിരഹിതനായിരിക്കുക. ഈ ലോകത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ആസക്തിരഹിത, അതിലൊന്നും താല്പര്യമില്ലാതെ ആസക്തി നശിച്ചിട്ട് രഹിതനായിരിക്കുമെന്നത് മാത്രമാണ് ഒരു യോഗിക്ക് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത്. അപ്പോൾ ഒരു യോഗിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവന് ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിലും താല്പര്യമില്ലാതെയാണ്. അതാണ് വിരക്തി എന്ന് പറയുന്നത്. അത് മാത്രമേ യോഗി സന്യാസി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഒരാൾ യോഗിയാണ് അല്ലെങ്കിൽ സന്യാസിയാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമായിട്ട് ഒരു വ്യത്യാസമില്ല. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനില്ല, ബ്രാഹ്മണ, ക്ഷത്രിയം, പട്ടി, പൂച്ച ഒന്നുമില്ല. എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. എൻ്റെ 28 പറയാണ്, ജ്ഞാന സ്വരൂപമായിരിക്കുന്ന, അത് ജ്ഞാനസ്വരൂപം, എല്ലാ ജ്ഞാനവും നിറഞ്ഞതാണ്, അദ്വൈതമാണ്, അത് ഒറ്റയാണ്, ഏകനാണ്, അത് പലതായിട്ട് ഒന്നുമില്ല.
ഗുണരഹിതനായിരിക്കുന്ന ബ്രഹ്മതത്വം. ആ ബ്രഹ്മം നിർഗുണമാണ്, അത് ഒറ്റയാണ്, അതിനിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, രൂപമൊന്നുമില്ല. ആ ബ്രഹ്മതത്വം ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളാൽ, നമ്മളെ കണ്ണും മൂക്കും ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ കാണുക, കേൾക്കുക, രുചിക്കുക, ഇതെല്ലാം കൊണ്ട് ശബ്ദാദി ഗുണങ്ങളിലൂടെ, ശബ്ദം പോലെയുള്ള, രുചി പോലെയുള്ള ഗുണങ്ങളിലൂടെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് പലതരത്തിൽ ഇതിനെ തോന്നിപ്പിക്കുകയാണ്. ഭ്രാന്തി മൂലം, അതൊരു തരം ഭ്രാന്ത് മൂലമുള്ള തോന്നലാണ്. അതാണ് അതുകൊണ്ടാണ് അത് പലതായിട്ട് അവഭാസിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കതിനെ പലതായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത് ബ്രഹ്മം തന്നെയാണ്, നിർഗുണമായ ഒരു രൂപമില്ലാത്ത ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ പലതായി തോന്നാൻ കാരണം കണ്ണും മൂക്കും ചെവിയൊന്നുമില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് കണ്ണുമില്ല, മൂക്കുമില്ല, നാക്കുമില്ല, ഒന്നുമില്ല. എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? എല്ലാം ഒരുപോലെ തന്നെ. കണ്ണില്ലാത്തവന് തന്നെ എല്ലാം ഒരുപോലെയാണ്. കേൾക്കില്ലെങ്കിലോ, രുചിയും ഇല്ലെങ്കിലോ, തൊട്ടു നോക്കിയാലും ഒന്നും തോന്നുന്നില്ലെങ്കിലോ, ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒന്നാണ്. പക്ഷെ ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിതിനെല്ലാം പലതായിട്ട്, ഇന്ദ്രിയങ്ങൾ നമ്മളോട് തോന്നിപ്പിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങൾ പറയാം അത് ചുവപ്പാണെന്ന്. യഥാർത്ഥത്തിൽ ചുവപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണെന്നില്ല. വേറൊരാൾ നോക്കുമ്പോൾ അയാളെ കണ്ണിൽ കാണുന്ന നിറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണിൽ കാണുന്ന നിറം തന്നെയാണെന്നൊന്നുമില്ല. കാരണം ഒരു വസ്തുവിനെ നമ്മൾ കണ്ടാൽ പറയും നല്ല നല്ല ഭംഗിയുള്ള പൂന്ന്, വേറൊരാളെ നോക്കുമ്പോൾ അയാളുടെ കണ്ണെന്താ പറഞ്ഞു കയ്യെ ഇത് കൊള്ളില്ല. ഒരു തുണി ഷോപ്പിൽ കയറിയിട്ട് തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുക ഇത് കൊള്ളാം, ഇതെടുത്തോ. അപ്പം മറ്റേ കക്ഷി എന്ത് പറയുക, അത് തീരെ കൊള്ളില്ല. കാരണം രണ്ടും ഒരേ വസ്തുവാണ്. പക്ഷെ ഒരാളുടെ കണ്ണ് പറയുന്നത് നല്ല സാധനമാണെന്ന്, മറ്റേ കണ്ണെന്ത് പറയുന്നത് മോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ കണ്ണുകളാണ് ഇതിനെ പലതായിട്ടും ഗുണമായിട്ടും മോശമായിട്ടും എന്തെല്ലോ തോന്നിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ഒന്ന് തന്നെ ആണ്. ഇനി 29 പറയുന്നത് മഹാതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിഗുണാത്മകമായിട്ട് അഹങ്കാര തത്വമെല്ലാം വെച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ശരീരത്തോടെ 11 ഇന്ദ്രിയങ്ങളോടുകൂടി ജീവസ്വരൂപം എന്നിവ മഹാതാദി കളികളിൽ നിന്നും എപ്രകാരം അവഭാസിക്കുന്നുവോ അപ്പോൾ ജീവന്റെ ശരീരമായ ബ്രഹ്മാണ്ടവും ചരാചര ലോകവും അപ്രകാരം നാനാത്വത്തെ ആഭാസിക്കുന്നു. അപ്പോൾ മഹാതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലും ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും അഹങ്കാര തത്വം, ഞാനെന്നൊരു ഭാവമെല്ലാം ഉണ്ടാകുമ്പോഴാണ് പിന്നെ 11 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം നിർമ്മിച്ച് 11 ഇന്ദ്രിയങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ആ ജീവസ്വരൂപം. അപ്പോഴാണ് അത് അത് ഏതിൽ നിന്നുണ്ടായത്? ഈ ചരാചര ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ ശരീരത്തിൽ ഇതെല്ലാം കൂടി ചേരുമ്പോൾ, അതായത് അഹങ്കാരവും മറ്റുള്ള ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അത് പലതായിട്ട് ആഭാസിക്കുന്നത്, പലതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി 30 ഈ കാര്യം ആർക്കാണ് അറിയുക എന്ന് അടുത്തതിൽ 30 പറയുന്നു. ശ്രദ്ധയോടുകൂടി ഭക്തിയാലും നിരന്തരമായ യോഗാഭ്യാസങ്ങൾ കൊണ്ടെല്ലാം നമ്മളിലുള്ള ഞാനെന്ന വികാരത്തെ ഇല്ലാതാക്കി അതിന് വിരക്തി ഉണ്ടാകണം. വിരക്തിയാലും നിയന്ത്രിതമായ ചിത്തം, നമ്മുടെ ചിത്തത്തെയെല്ലാം നിയന്ത്രിച്ചവന് മാത്രമേ ഈ തത്വം മനസ്സിലാവുകയുള്ളൂ. അതായത് ഈ പ്രപഞ്ചമെല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടായത്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മറ്റുള്ള വസ്തുക്കളുടെയും ഗുണവിശേഷങ്ങളെല്ലാം കൊണ്ട് അത് പലതായിട്ട് തോന്നുന്നതാണ്. അത് നമ്മളിലൂടെ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് പല സ്വഭാവങ്ങളായിട്ട് അതിനെ എല്ലാം പ്രകടമാക്കിക്കൊണ്ട് നമ്മൾ അത്തരം ഒരു ചിന്തയുണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അത് നല്ലത്, ഇത് മോശം, ഇങ്ങനെയെല്ലാം ഉണ്ടായി തോന്നലുണ്ടായി നമ്മൾ ഓടുന്നത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ടും എല്ലാം ആണെന്നുള്ള സത്യം യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. ആ തത്വം ആർക്കേ മനസ്സിലാവുകയുള്ളൂ? ഈ നേരത്തെ പറഞ്ഞ തരത്തില്
ബ്രഹ്മതത്വം മനസ്സിലാക്കിയതിന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ സാധാരണക്കാരനൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല. എന്നിട്ട് ഇവിടെ 31 പറയുകയാണ്, പ്രകൃതിയുടെയും പുരുഷന്റെയും വാസ്തവിക സ്വരൂപം. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ, ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്നീ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവർക്ക് മാത്രമേ ആ തത്വം ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട സാഖ്യയോഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു എന്ന് കപിലൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിർഗുണ വിഷയമായ ജ്ഞാനയോഗത്തിലൂടെയും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ സത്യം മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രലോകയിൽ അത് കണ്ടെത്തിയെന്ന് വരും നാളെ. അപ്പൊ അത് ബുദ്ധി ഉപയോഗിച്ച് ജ്ഞാനത്തിലൂടെയാണ്. അതിനാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. എന്നെ അധികരിച്ച ഭക്തിയോഗം, ആ ബ്രഹ്മത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭഗവാനെ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ബാക്കി ഒന്നിലും താല്പര്യമില്ലാതെ വിരക്തനായിട്ട് ഏത് സമയം ആ ബ്രഹ്മത്തെപ്പറ്റി ചിന്തിച്ചു, അതാണ് ഭക്തിയോഗം. എല്ലാ കർമ്മവും ചെയ്യുന്നത് അതിനു വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ. ഈ രണ്ടിനും ഭഗവാൻ എന്ന സംജ്ഞയാൽ ഒരേ ഫലമാണുള്ളത്. രണ്ടിലൂടെയും കിട്ടുന്ന ഫലം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ ജ്ഞാനത്തിലൂടെ നമ്മൾ ആ സത്യം മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഈ ലോകത്തിലുള്ള ഇതെല്ലാം മിഥ്യയാണെന്ന് നമുക്ക് അനുഭവപ്പെടും. ജ്ഞാനത്തിലൂടെ പ്രപഞ്ചം എന്താണ്, അതെങ്ങനെയാണ് ഇതെല്ലാം ഇത് മാറുന്നത്, നമ്മളുടെ ഞാൻ എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയവന് ഉള്ള എന്ത് ഫലമാണോ അത് തന്നെ ഇതിലൊന്നും താല്പര്യമില്ലാതെ വിരക്തി വന്നിട്ട് ആ ബ്രഹ്മമേ ശരണം എന്ന് കഴിച്ച് ഇന്ന് പോകുന്നവരും ഒരേ ഫലമാണ് ഉള്ളത്. എന്നിട്ട് ആ കാര്യം ഒന്നുകൂടി പറയുകയാണ്. ഒരേ പദാർത്ഥം എപ്രകാരം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാലോ, ഒരേ ഗോതമ്പ് കൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം, ഒരേ അരി കൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം രൂപത്തിലാക്കാം. അരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കട്ടമാരിയുള്ള സാധനം. അതിനെ പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണ്, പൊടി രൂപത്തിലാണ്. രണ്ടും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധവും തോന്നില്ല. അതിന് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാലോ നല്ല പാല് മാരിയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുഴച്ചാലോ ഒരു പശ മാതിരി ഇരിക്കും. ഇനി ഇതിനെ കൊണ്ട് ചുട്ട് കഴിഞ്ഞാൽ ദോശയാകും, വേറെ തരത്തിലായ പുട്ടാകും. ഇതെല്ലാം ഒരേ പദാർത്ഥം തന്നെ പല രൂപത്തിലായിട്ട് മാറുകയാണ്. വ്യത്യസ്ത മാർഗത്തിലൂടെ വ്യത്യസ്തമാക്കിയതാണ്. ഇന്ദ്രിയങ്ങൾ പലതായി തോന്നുന്നു. എന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, അത് പൊടിയാണ്, അത് കട്ടയാണ് എന്നുള്ള തോന്നല്, വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതെന്ത് തന്നെയാണ്, അരി തന്നെയാണ്. ഇന്ദ്രിയങ്ങൾ പക്ഷെ അതിനെ പലതായിട്ട് തോന്നിപ്പിക്കും. പക്ഷേ ഏകനായ ആ ഈശ്വരൻ, പക്ഷെ അതേപോലെ തന്നെ ആ ഈശ്വരൻ ബ്രഹ്മമാണ്, നിർഗുണമായ രൂപവും ഭാവവും ഇല്ലാതെയാണ് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ ഈ പ്രപഞ്ചമായിട്ട് പലതായിട്ട് മാറിയിരിക്കുന്നത്. ഇതെല്ലാം ഏതിൽ നിന്നാണ്, ആ തുടക്കത്തുന്ന ആ ഈശ്വരൻ വിഭിന്ന ശാസ്ത്രമാർഗങ്ങളിലൂടെ പലതായി തോന്നുന്നു. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ പലതാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ സാധാരണ ചിപ്സ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ വറുത്തിട്ട് ചിപ്സ് മാതിരിയാക്കും. പക്ഷേ നമ്മളിപ്പോൾ ബാക്കിയുള്ള പാക്കറ്റിൽ വരുന്ന കണ്ടിട്ടില്ലേ, എല്ലാം എന്ത് തന്നെയാണ്, നമ്മൾ പണ്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സാധനം തന്നെയാണ് അവർ വേറൊരു രൂപത്തിലാക്കിയിട്ട് തരുന്നത്. കാണുമ്പോൾ വേറെ മാതിരി തോന്നും. കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ആ വലിയൊരു പാക്കറ്റിൽ ആകെ 10 ഉണ്ടാവും. ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പെൻസിൽ മാതിരി സ്ക്വയറായിട്ട് കമ്പ് മാതിരി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്ത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഓരോന്ന് കുട്ടികൾ ഇങ്ങനെ ആ സോസിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നു. സംഗതി എന്ത് തന്നെയാണ്, ഉരുളക്കിഴങ്ങ്. പക്ഷെ നമ്മളെ നടപ്പനുസരിച്ചാണെങ്കിൽ നമ്മളതിന് ചെത്തിയിട്ട് എണ്ണയിലിട്ടിട്ട് ചിപ്സ് മാതിരിയാക്കിയെടുക്കും. എല്ലാം കാര്യം എന്ത് തന്നെയാണ്,
ഒന്ന് തന്നെയാണ്. പക്ഷെ പലതായിട്ട് പ്രക്രിയയിലൂടെ പലതായിട്ട് അനുഭവപ്പെടുകയാണ്. ഇനി 34 മുതൽ 36 വരെ. അപ്പോൾ 34 മുതൽ 36 വരെയുള്ളതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പല തരത്തിലായി നിൽക്കുന്ന ആ സംഗതി ഒന്ന് തന്നെയായ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? നല്ല കർമ്മത്താൽ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭംഗിയായി കർമ്മം ചെയ്യുക, യജ്ഞം ചെയ്യുക, ദാനം ചെയ്യുക, നമ്മൾ നല്ലൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. തപസ്, വേദപഠനം, അപ്പം നമ്മൾ കർമ്മങ്ങളെല്ലാം നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക, ദാനം കൊടുക്കുക. ആരെങ്കിലും വേറെ ജീവികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് സുഖം ആവശ്യത്തിനനുസരിച്ച് ഉള്ളതെല്ലാം നമ്മൾ അങ്ങ് പൂർത്തിക്കുക. കാരണം എല്ലാം അപ്പം നമ്മളിൽ എന്താ ഉണ്ടാകുന്നത്? സമഭാവന. എല്ലാവരെയും ഇതെല്ലാം കൊണ്ടൊരു സമഭാവന ഉണ്ടാകും. തപസ്, ബാക്കിയുള്ള സമയം നമ്മൾ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേദപഠനം, വേദാർത്ഥങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, വേദവരികളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിവയിലൂടെ മനസ്സ്, ഇന്ദ്രിയങ്ങളെ എന്നിവ ജയിക്കണം. എന്നിവയിലൂടെ വേണം നമ്മൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിക്കാൻ. ജയിച്ചുകൊണ്ട് സർവ കർമ്മങ്ങളുടെയും പരിത്യാഗം. അതിനുശേഷം ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഇതെല്ലാം മിഥ്യയാണ്, ഈ പ്രപഞ്ചമെല്ലാം മിഥ്യയാണെന്ന് തോന്നി എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് യോഗാഭ്യാസത്തിലൂടെ, പിന്നെ യോഗയെല്ലാം എടുത്തുകൊണ്ട് ഭക്തിയോടുകൂടി, ഭക്തിയോഗം കൊണ്ടും പ്രവൃത്തി നിവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും നിവൃത്തിയോടുകൂടിയ കർമ്മം കൊണ്ടും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് എന്ന ചിന്തയിൽ അങ്ങ് ചെയ്തു കൊടുക്കുക. ആ ശക്തിക്കായിക്കൊണ്ട് ആത്മതത്വത്തിൻ്റെ അറിവും ആത്മജ്ഞാനവും നേടിക്കൊണ്ട് അടിയുറച്ച വിഷയ വിരക്തി കൊണ്ടും, അടിയുറച്ച വിഷയങ്ങൾ, പിന്നെ ഈ വിഷയങ്ങളിലൊന്നും ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാതെയാവുമ്പോൾ ആ സർവേശ്വരനെ നാനാത്വത്തിലൂടെ അറിയാം. ആ സർവേശ്വരനാണ് പ്രപഞ്ചത്തിൽ പലതായി തീർന്നിരിക്കുന്നത് എന്ന സത്യം അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്, അതാണ് ഇങ്ങനെ പലതായിട്ട് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയ ഭക്തി 37 പറയുന്നു, ഭക്തിയോഗത്തിന്റെ 4 വിധത്തിലുള്ള സ്വരൂപത്തെയും. നേരത്തെ ഭക്തി പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞതാണ്. എന്തെല്ലാം? താമസ ഭക്തി, രജോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭക്തി, സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭക്തി. ഇത് മൂന്നും കഴിഞ്ഞിട്ട് ഉള്ള 4മതൊരു ഭക്തി ഉണ്ട്. അതാണ് ശരിയായ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എല്ലാത്തിലും വിരക്തി വന്നിട്ടുള്ള ഭക്തി. ഈ 4 രൂപത്തിലുള്ള ഭക്തിയെയും അതിലൂടെയുള്ള ഭക്തി മാർഗത്തിന്റെ സ്വരൂപത്തെയും കാലശക്തിയുടെ സ്വരൂപത്തെയും, കാലത്തിനനുസരിച്ചാണ് നമ്മളെ എല്ലാ കർമ്മങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ വിവരിച്ചു തന്നു എന്ന് പറയുകയാണ് കപിലൻ. അമ്മയോട് പറയുകയാണ്, ഞാൻ ഇതെല്ലാം 4 തരത്തിലെ ഭക്തിയെ പറ്റിയെല്ലാം അങ്ങേക്ക് വിവരിച്ചു തന്നു. ഇനി 38 അപ്പം ഭക്തിയെ പറ്റി മാത്രമല്ല പറഞ്ഞത്. 38 എന്ന് പറയുന്നു, ആത്മാവ് യാതൊന്നിൽ പ്രവേശിച്ചു. ഒരാത്മാവ് ഒരു ജീവിയിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ തത്വത്തെ അറിയാതിരിക്കുകയും അങ്ങനെ ഒരു ആത്മാവ് ഉള്ളിലുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ട് എല്ലാം ഞാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ അജ്ഞാനിയായ ജീവന്റെ പലതരത്തിലുള്ള സംസാര ഭ്രമത്തെയും ഞാൻ പറഞ്ഞു തന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ചു തന്നു. എന്നിട്ട് പറയുകയാണ് അമ്മയോട്, ഇതിനെ പരദ്വേഷിക്ക്, അന്യന്മാരെ ദ്വേഷിക്കുന്നവർക്ക്, വിവരമില്ലാത്തവന്, ബുദ്ധിക്ക് പക്വതയില്ലാത്തവന്, ബുദ്ധിക്ക് പക്വത, ബുദ്ധിയെല്ലാം ഉണ്ടാകും പക്ഷെ പക്വതയില്ല, ധാർഷ്ട്യമുള്ളവന്, ഗർഭിഷ്ഠന്, വിഷയാലംബടന്, ഗൃഹാസ്ഥിതികളിൽ ആസക്തിയുള്ളവന്, നിരീശ്വരവാദിക്ക്, അതായത് ഈശ്വരന് ഇങ്ങനെ ഒരു ആത്മാവൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും ഒരിക്കലും ഉപദേശിക്കരുത്. അമ്മക്ക് കൊടുത്തതാണ്,
പക്ഷെ ഇത് നമ്മളോടാണ് പറയുന്നത്. ഈ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും, ബുദ്ധിയൊന്നും ഇല്ലാത്തവർക്കൊന്നും, ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർക്കൊന്നും ഉപദേശിച്ച് കൊടുക്കരുത്. ഇത് 41-42 ശ്രദ്ധ, ഭക്തി, വിനയം, പ്രാണികളിൽ മൈത്രി, എല്ലാ ജീവജാലങ്ങളിലും മൈത്രി ഉണ്ടായിരിക്കണം. എല്ലാ ജീവജാലങ്ങളും നമ്മളെപ്പോലെ തന്നെ കാണുക. പരസേവക തൽപരത, മറ്റുള്ളവരെ സേവിക്കാനുള്ള തൽപരത, വൈരാഗ്യം വന്നവൻ, മനഃശാന്തി ഉള്ളവൻ, മാത്സര്യം ഇല്ലാത്തവൻ, ശുദ്ധൻ, എന്നെ പ്രേമിക്കുന്നവൻ, അല്ലെ എനിക്ക് പ്രിയമായവൻ, ഇവർക്കെല്ലാം ഉപദേശിക്കാം എന്ന് പറയുകയാണ്. എൻ്റെ 43 എൻ്റെ മാതാപിതാക്കളോട് ഇതും കൂടിയും പറയുകയാണ്. യാതൊരുവൻ ശ്രദ്ധയോടെ എന്നിൽ മനസ്സർപ്പിച്ച് ഇതിനെ ഒരിക്കലെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ഈ പറയുന്നതെല്ലാം ഒരിക്കലെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, കേട്ടിട്ട് വേറെ ആരോടെങ്കിലും പറയുന്നുവെങ്കിൽ, അവൻ പോലും ഒരിക്കൽ കേട്ടാൽ മതി. ഈ പറയുന്നതിനെല്ലാം മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഒന്ന് കേൾക്കുക, എന്നിട്ട് ആരോടെങ്കിലും അതിനെപ്പറ്റി പറയുകയെല്ലാം ചെയ്യുന്നവന് എൻ്റെ പരമപദത്തെ പ്രാപിക്കും.